ഹായ് ഫ്രണ്ട്സ്, രാവിലെ കുറച്ച് പോർക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പം ഞാൻ ഓൺ വോയിസ് വീഡിയോ ഒക്കെ പിടിച്ച്, പക്ഷേ പിന്നീട് കേട്ടപ്പോൾ എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അവസ്ഥയോ? അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം മാറ്റി വോയിസ് ഓവറാക്കി. വണ്ടിയൊന്നും എടുത്തില്ല, ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു രസം തൊട്ടടുത്ത് തന്നെ, അപ്പം ടാക്സിക്ക് പോകാമെന്ന് കരുതി. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ടാക്സി കിട്ടും. ഇത് ഉള്ളിലേക്കുള്ള റോഡായതുകൊണ്ട് ഇവിടുന്ന് ടാക്സി കിട്ടാൻ പാടാം. ജംഗ്ഷനിൽ പോകണം. ഈ കാണുന്നതാണ് കേട്ടോ അബുബയ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളതാണ് ബൈക്കിൻ്റെ ബാക്കിൽ വാലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്. ഇവിടെ ഒത്തിരി ഉണ്ട്. അത് ചൈന വണ്ടിയാണ്. ഇവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ജംഗ്ഷൻ. ടാക്സി കിട്ടണമെങ്കിൽ ഇവിടെ വരണം. ടാക്സി ഇവിടെ പെട്ടെന്ന് കിട്ടും കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നുമില്ല. പ്രൈവറ്റ് ടാക്സികളാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. എല്ലാവരും അതിനെ ആശ്രയിക്കുന്നത്. ടാക്സി കയറി തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് പോകാനുള്ളത്. ഇവരുടെ വണ്ടി ഓടിക്കലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും കേട്ടോ. ഇവിടെ ഇവർ വണ്ടിയൊന്നും ശ്രദ്ധിക്കില്ല. ഇവർക്ക് 4 ചക്രവും വേണം. വണ്ടിക്കുള്ളിൽ FM നിർബന്ധമാണ്. അത്രേ ഇവർക്കുള്ളൂ. പാട്ട് ഫുൾ ടൈം കേൾക്കണം. 4 ചക്രവും ഓടുന്നതായിരിക്കണം. ഇതാണ് പന്നി. പന്നീൻ്റെ ഷോപ്പ്. കോഴിയൊക്കെ ഉണ്ട്. പന്നീനെ കൊണ്ടുവന്ന് സൗണ്ട് കേൾക്കാം. പന്നീനെ കൊണ്ടുവന്ന് സൗണ്ടാണോ കേൾക്കുന്നത്? എവിടെ? അവിടെ അല്ലേ? ഏതാ? Give us good meat, huh? പേരക്ക മരം ഉണ്ടായിരുന്നു. ഹായ്, വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? ചെക്കനോട് മിണ്ടാൻ പോയി ചമ്മിപ്പോയി. ചെക്കൻ പുല്ല് വില പോലും തന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോർക്ക് മേടിച്ചപ്പോൾ പന്നീൻ്റെ സൗണ്ട് കേട്ടിട്ട് പന്നീനെ അപ്പുറത്തിട്ട് അവർ കൊല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല, സൗണ്ട് കേട്ടു. വന്ന് നോക്കിയപ്പം പന്നിയൊക്കെ നല്ല വൃത്തിക്കാട്ടോ അവർ നോക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കഴുകിയൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചുമ്മാ പന്നീനെ കണ്ട് അപ്പുറത്തെ ആ ഒരു ബോക്സിൽ അപ്പുറത്താണ് പന്നീനെ കൊന്നിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഇനി ഇതിനെ കൊല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിന്നാനുള്ള മൂഡ് പോകും. അതുകൊണ്ട് പിന്നെ അപ്പുറത്തെ ഭാഗത്തേക്കൊന്നും പോയില്ല. ഇവിടുന്ന് തന്നെ പന്നീനെയൊക്കെ കണ്ട് നേരെ തിരിച്ചു പോന്നു. ഇതാണ്ട് അബുബയ വീണ്ടും. ഇവിടെ എല്ലാത്തിനും ഒരു അബുബയ ഉപയോഗിക്കുന്നത്. തിരിച്ചു വരാൻ നേരത്തെ ഞങ്ങൾ നടക്കാമെന്ന് കരുതി കേട്ടോ. തൊട്ടടുത്താണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നു. വരുന്ന വഴിക്ക് ഉള്ളി മേടിക്കണമായിരുന്നു. അതിന് ഉള്ളി മേടിക്കാൻ കയറിയപ്പോൾ അവിടെ ഉള്ളിയില്ല, ചെറിയ ഉള്ളിയില്ല. എന്നാൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് കരിക്കും വെള്ളം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കരിക്കും വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് ഭയങ്കര മടിയാണ് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ക്യാമറ വെച്ച് പിടിക്കാൻ. നേരത്തെ ഞങ്ങൾ വെജിറ്റബിൾ വാങ്ങാൻ കയറിയ കടയിലാണെങ്കിലും ഞാനവിടെ ലേഡീസ് ആയതുകൊണ്ട് അവിടെ ക്യാമറ കൊണ്ട് പിടിച്ചൊന്നുമില്ല. എന്തോ ഒരു ചമ്മലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിലും ഭയങ്കര ചമ്മിയാണ് പിടിച്ചത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചമ്മലൊക്കെ മാറുമായിരിക്കും. റെയിൽവേ ആക്കണ്ട റെയിൽവേ വർക്ക് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. പണ്ടെങ്ങാണ്ട് അതിൽ ട്രെയിൻ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ട്രെയിനൊന്നും വരുന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വണ്ടി കയറി ജംഗ്ഷനിലെത്തി. നടന്ന് ക്ഷീണിച്ചല്ലേ, അവിടുത്തെ കടയിൽ കയറി 2-3 ഐസ്ക്രീമൊക്കെ മേടിച്ച് അങ്ങനെ തിരിച്ച് വീടെത്തി. അങ്ങനെ വൈകുന്നേരം കറി വെച്ചത് റെസിപ്പിയൊന്നും പറഞ്ഞാൽ അറിയില്ല. നിങ്ങൾ കണ്ടു നോക്ക്. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് അവസാനം
അങ്ങനെ അവസാനം കറിയെല്ലാം റെഡിയായി. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ശരിയായില്ല. കുറച്ച് ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ വേണമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു.